മർക്കോസ് എഴുതിയ സുവിശേഷം ആമുഖം. വിശുദ്ധ മർക്കോസ് AD 65-നും 70-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതിയെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള സൂചനകളിൽ നിന്ന് അദ്ദേഹം ബാർണബാസിൻ്റെ പിതൃസഹോദരപുത്രനും കൊളോ 4:10 പൗലോസിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ സഹായിയും, അപ്പോ 13:5, 15, 37-39 പൗലോസിനോട് കൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവനും, കൊളോ 4:10 ഫിലി 24 പൗലോസിൻ്റെയും 2 തിമോ 4:11 പത്രോസിൻ്റെയും 1 പത്രോ 5:13 സഹായികളിലൊരുവനും ആയിരുന്നു എന്ന് കാണാം. പലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്. വിജാതീയരെ പ്രത്യേകം ഉദ്ദേശിച്ചുള്ള വിശദീകരണങ്ങൾ 7, 27, 8, 1-9, 10, 12, 11, 7, 13, 10 ഈ വസ്തുത സൂചിപ്പിക്കുന്നു. മർക്കോസിൻ്റേതായ ഒരു പ്രത്യേക പ്രതിപാദന രീതിയിലാണ് ഈ സുവിശേഷത്തിൻ്റെ രചന. ക്രിസ്തുവും മനുഷ്യപുത്രനും ദൈവസുതനുമായ യേശുവിൻ്റെ ആത്മാവിഷ്കരണവും അതിന് അവിടുത്തെ ആദ്യ ശിഷ്യർ നൽകിയതും ഭാവി ശിഷ്യർ നൽകേണ്ടതുമായ പ്രതികരണവും ഇത് ഉൾക്കൊള്ളുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന ആദ്യവാക്യം തന്നെ ഈ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണെന്ന് പറയാം. സുവിശേഷത്തിൻ്റെ പ്രാരംഭത്തിൽ 1:1-15 സ്നാപയോഹന്നാൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ജ്ഞാനസ്നാനം, പ്രലോഭനങ്ങൾ, ഗലീലയിലേക്കുള്ള തിരിച്ചുവരവ് എന്നീ കാര്യങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കുന്നു. ആദ്യ ഭാഗത്തെ 1:16-8-33 മുഖ്യപ്രമേയം ക്രിസ്തുവും മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് യേശു എന്ന ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ ക്രമപ്രബദ്ധമായ ആവിഷ്കരണമാണ്. യേശു ആരാണ് എന്ന ചോദ്യമാണ് ഈ ഭാഗത്ത് ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുന്നത്. പ്രബോധനങ്ങൾ, രോഗശാന്തികൾ, ഭൂതോച്ചാടനങ്ങൾ തുടങ്ങിയവയിലൂടെ താൻ ദൈവപുത്രനാണെന്നും തന്നിലൂടെ ദൈവരാജ്യം ആഗതമായിരിക്കുന്നുവെന്നും യേശു വ്യക്തമാക്കുന്നു. 1:15 പക്ഷേ യഹൂദർക്കോ 3:16 ശിഷ്യന്മാർക്ക് പോലുമോ ക്രിസ്തുരഹസ്യം പൂർണ്ണമായും വെളിവാകുന്നില്ല. എങ്കിലും തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ ആരാണെന്ന് ഗ്രഹിക്കാനും അത് പരസ്യമായി പ്രഖ്യാപിക്കാനും യേശു ശിഷ്യരെ ഒരുക്കുന്നുണ്ട്. 3:40, 4, 1, 6, 52, 7, 18, 8, 17-21, 33 ഈ ശ്രമം ഫലമണിയുന്നതാണ്. ഒന്നാം ഭാഗം ഉപസംഹരിച്ചുകൊണ്ട് ശിഷ്യപ്രധാനനായ പത്രോസ് നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം. 8:28 ശിഷ്യത്വത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന രണ്ടാം ഭാഗത്ത് 8:31-16, 8 ആദ്യമൊരു പീഡാനുഭവ പ്രവചനം. ശിഷ്യർക്ക് അത് മനസ്സിലാകാതെ വരുന്നത് തുടർന്ന് ശിഷ്യത്വത്തെ പറ്റിയുള്ള ഒരു പ്രബോധനം എന്ന ക്രമത്തിൽ രചിക്കപ്പെട്ട 3 പീഡാനുഭവ പ്രവചനങ്ങളാണ് നാം കാണുന്നത്. 8:31-10:52 11-12 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം, അവിടെ നിർവഹിച്ച കാര്യങ്ങൾ, യഹൂദരുമായുള്ള സംവാദങ്ങൾ എന്നിവയാണ് പ്രതിപാദ്യം. യുഗാന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഉപദേശങ്ങളുമാണ് 13-ാം അധ്യായത്തിൽ. മറ്റു സുവിശേഷങ്ങളിൽ ഉള്ളതുപോലെ യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം എന്നിവയുടെ ചരിത്രമാണ് അവസാന അധ്യായങ്ങളിൽ 14-16 വിവരിക്കപ്പെട്ടിരിക്കുന്നത്.